വിളർച്ച അഥവാ അനീമിയ ഉണ്ടാകാനുള്ള കാരണങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ പ്രതിവിധിയും നമുക്ക് നോക്കാം കേട്ടോ. ചുവന്ന രക്താണുക്കളുടെ കുറവാണല്ലേ നമ്മളുടെ അനീമിയ, അതായത് നമ്മളുടെ വിളർച്ച എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയ്ക്ക് കാരണം. ചുവന്ന രക്താണുക്കൾ നമ്മളുടെ രക്തത്തിൽ കുറവ് വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഇരുമ്പിൻ്റെ അംശവും അതുപോലെ തന്നെ ജീവകം B12 അംശവും ഒക്കെ കുറവ് വരുമ്പോഴാണ്. ജീവകം B12 മാത്രമല്ല കേട്ടോ, ജീവകം ബിയുടെ അഭാവവും പിന്നെ കുടലിൽ എത്തുന്ന കുറച്ച് രോഗങ്ങൾ ഒക്കെ കാരണവും ഒക്കെ അനീമിയ ഉണ്ടാകും. പോഷകാഹാരക്കുറവും അമിതാർത്തവും നിർത്താതെയുള്ള രക്തസ്രാവവും ഒക്കെ അനീമിയയ്ക്ക് കാരണമാകാറുണ്ടല്ലേ. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അമിതമായ ക്ഷീണം ഉണ്ടാകാറുണ്ട്, അതുപോലെ ശ്വാസം മുട്ടൽ, തളർച്ച, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്. ഇതൊക്കെയാണ് ഇത് വരുമ്പോൾ കൂടുതലായിട്ടും കാണാറുള്ള ലക്ഷണങ്ങൾ. ഇനി നമുക്ക് ഇത് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് രക്തത്തിൽ എന്തുമാത്രം കുറവുണ്ട്, നമ്മളുടെ ചുവന്ന രക്താണുക്കൾ എന്തുമാത്രം കുറവാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രക്തം പരിശോധിച്ചതിന് ശേഷം വിളർച്ചയുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം അതിനനുസരിച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള ആഹാരക്രമങ്ങൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് വിളർച്ച പൂർണ്ണമായും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ കുടൽ രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ആദ്യമേ അതൊന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അനീമിയയ്ക്ക് ആകാതെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇത് ഇനി അനീമിയ കൂടുതലുള്ള അവസ്ഥയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫോളിക് ആസിഡ് കുത്തിവെച്ച് ഒക്കെ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും. നമുക്ക് നമ്മളുടെ ആഹാര ക്രമീകരണത്തിലൂടെ തന്നെ ഒരു പരിധിവരെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഗുളികകളൊക്കെ കഴിക്കുക. പിന്നെ നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധി എന്ന് പറയുന്നത് പച്ചനെല്ലിക്കയുടെ നീരുണ്ടല്ലോ, അത് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ചീര കഴിക്കുക, അയൺ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു അനീമിയ വേഗത്തിൽ, വിളർച്ച നല്ല വേഗത്തിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്